BP കൂടുമ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് ചെന്നാൽ വെയിറ്റ് കുറക്കാൻ പറയും, ഉപ്പ് കുറക്കാൻ പറയും, എക്സർസൈസ് ചെയ്യാൻ പറയും. ഇതൊക്കെ ചെയ്താലും പലപ്പോഴും BP കുറയില്ല. ചില ആളുകൾക്കെങ്കിലും ഇതിൻ്റെ കാരണം തിരിച്ചറിയപ്പെടാതെ പോകുന്നുണ്ട്. അതെന്തൊക്കെയാണ്? ഇതിൽ ഏറ്റവും പ്രധാനം ക്രോണിക് ഡീഹൈഡ്രേഷൻ ആണ്. എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് ആവശ്യത്തിൽ കുറവ് വെള്ളം കുടിക്കുന്നവർ. നമുക്കറിയാം നമ്മുടെ ചോരയിൽ 90% വെള്ളമാണ്. ഇപ്പോൾ ഒരു വെള്ളം പോകുന്ന ഹോസ് ഉണ്ടെന്ന് വിചാരിക്കാം. അതിലെ വെള്ളത്തിൻ്റെ അളവ് കുറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ എന്താ വിചാരിക്കുക? ആ വെള്ളത്തിൻ്റെ പ്രഷർ കുറയുന്നതാണ്. പക്ഷേ ശരീരത്തിൽ നേരെ തിരിച്ചാണ് സംഭവിക്കുക. രക്തധമനികളിൽ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞ് ബ്ലഡിൻ്റെ അളവ് കുറയുകയാണെങ്കിൽ ശരീരം പെട്ടെന്ന് അതൊരു എമർജൻസി ആയിട്ട് കാണുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് രക്തക്കൊഴൽ ഉടനെ ചുങ്ങുകയാണ്. ഇപ്പം നമ്മൾ വെള്ളം പോകുന്ന ഹോസിൻ്റെ അറ്റത്ത് കൈകൊണ്ട് അമർത്തി പിടിക്കുകയാണെങ്കിൽ വെള്ളം കുറവാണെങ്കിലും ചീറ്റി ഒഴുകും. അതുപോലെ രക്തധമനികൾക്കകത്ത് ആ സമയത്ത് BP കൂടുകയാണ് ചെയ്യുക. എന്നാൽ വെള്ളം കൃത്യമായിട്ട് കഴിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം BP നോർമലിലേക്ക് വരികയാണ്. ഈ ഒരു പ്രശ്നം സ്ഥിരമായിട്ട് വെള്ളം കുറഞ്ഞ് കഴിക്കുന്നവർക്ക് മാത്രമാണ് കേട്ടോ. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കോഫി, ചായ തുടങ്ങിയവ ശരീരത്തിലെ ജലാംശം കുറക്കുകയാണ് ചെയ്യുക. സൂക്ഷിക്കണം. അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുന്നത്, ശ്വസിക്കുന്നത്, എന്തിനേറെ AC-യിൽ ഇരിക്കുമ്പോൾ പോലും നമ്മൾ പോലും അറിയാതെ ശരീരത്തിലെ ജലാംശം കുറയുന്നുണ്ട്. രണ്ടാമത്തെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഏകാന്തതയാണ്. ഇത് ഡോക്ടർമാർക്ക് പോലും കണ്ടെത്താൻ പറ്റാത്തൊരു സംഭവമാണ്. ഈ പറയുന്ന രോഗി ചിലപ്പോൾ അയാൾക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ ആയിരക്കണക്കിന് ഫ്രണ്ട്സ് ഉണ്ടാവും, പക്ഷേ റിയൽ കണക്ഷൻ ഉണ്ടാവണമെന്നില്ല. ചില മാരീഡായ ആളുകൾ അവരുടെ പാർട്ട്നേഴ്സായിട്ട് മാനസികമായിട്ട് വളരെ അകന്ന് നിൽക്കുന്നവരായിരിക്കും. നമുക്ക് വളരെ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻ ഇല്ലെങ്കിൽ നമ്മൾ പോലും അറിയാതെ BP കൂടാനുള്ള സാധ്യതയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ജലാംശം കുറയുന്നതും ഏകാന്തതയും രണ്ടും ചേരുമ്പോൾ ഏകദേശം ഒരു 20-ലധികം പോയിന്റ് BP കൂടാൻ സാധ്യതയുണ്ടെന്ന് പറയാം.